യുവരാജ്, നിയമങ്ങളുണ്ട്, നിയമങ്ങൾ നടപ്പിലാക്കാൻ കോടതി ഉത്തരവുകളുണ്ട്. പക്ഷേ നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യവസ്ഥിതി മാറുന്നില്ല. ആ വ്യവസ്ഥിതി മാറ്റാൻ ആര് മുൻകൈ എടുക്കണം? ഇതിനകത്ത് ഈ വ്യവസ്ഥിതി മാറണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ വ്യവസ്ഥിതി മാറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കീർത്തി അക്രയിലും മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കാശ്മീരിൽ പോലീസുകാരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ തീവ്രവാദികളെ ഞങ്ങൾ അടിച്ചൊതുക്കിയേനെന്ന്. ഏതാണ്ട് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നമ്മൾ കഴിഞ്ഞ മാസം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്, നവീൻ ബാബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർ, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഉറച്ച നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോയ ആളാണ്. ആ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM ആയിട്ടുണ്ടായിരുന്ന ഒരാൾക്ക്, അത്രയും ഉന്നത പദവിയിലിരുന്ന ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അദ്ദേഹത്തിന് ആരെങ്കിലും കൊന്നതാണോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഈ പറയുന്ന മാഫിയക്കെതിരായിട്ട്, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നിട്ട് കൂടിയും ഈ പറയുന്ന മാഫിയക്കെതിരായിട്ടൊരു നിലപാടെടുത്തു എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒരിക്കലുമില്ല. നമുക്കിപ്പോൾ നഗരസഭാ സെക്രട്ടറിയെ കുറ്റം പറയാം, അവിടുത്തെ മറ്റ് പല ഉദ്യോഗസ്ഥരെയും കുറ്റം പറയാം, നമുക്ക് പോലീസുകാരെ കുറ്റം പറയാം, നമുക്ക് ഈ പറയുന്ന ജഡ്ജിമാരെ, വക്കീലന്മാരെ, അവിടെ ഉള്ള സർവ്വ സംവിധാനത്തിനെയും കുറ്റം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് വീടുമുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്, അവർക്ക് നാളെയും ജീവിക്കണമെന്നേ. അവർക്ക് ഒരു മുഴം കയറിൽ സ്വയം തൂങ്ങിയായാലും ആരെങ്കിലും കെട്ടിത്തൂക്കുന്നതായാലും ശരി തന്നെയാണ്, അവർക്ക് അവസാനിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ തലത്തിൽ ഒരു സംവിധാനം, അതും ഭരണപക്ഷത്ത് നിന്നുകൊണ്ട്, ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഭയക്കും. അവർ ഭയന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റം ഇങ്ങനെ മാത്രമേ ഓടൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെന്നെത്തും. ഇതിൻ്റെ എൻഡ് റിസൾട്ട് അനുഭവിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ ഇതിനെ തിരുത്തുവാനും സാധിക്കുകയുള്ളൂ. ശ്രീ ഹരിദാസ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിനുള്ള മറുപടി കൊടുക്കാൻ ജനാധിപത്യപരമായി മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്നേ. ജനാധിപത്യപരമായി നമുക്ക് സ്വന്തമായി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, നമുക്ക് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്വയം തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റുന്ന, അതിനകത്തേക്ക് പൊതുജനം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റത്തിനെ നമുക്ക് പരിപൂർണമായിട്ടും തച്ചുടച്ച് ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്തിടത്തോളം കാലം ഈ ഗുണ്ടായിസം ഇവിടെ ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിനെതിരെ അങ്ങനെ കണ്ണടച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ആ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ്? അദ്ദേഹം സഹകരണാത്മക പ്രതിപക്ഷ നേതാവാണ് എന്നാണ് അദ്ദേഹത്തെ സ്വയം വിളിക്കുന്നത്. ഈ വിമൽ കുമാർ എന്നാണ് ഞാൻ എന്നെ സ്വയം വിളിക്കുന്നതെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ വിളിക്കുന്നത് സഹകരണാത്മക പ്രതിപക്ഷ നേതാവെന്നാണ്. അപ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് സഹകരണാത്മകമാണ്, അദ്ദേഹം പിണറായി വിജയൻ്റെ ബാക്കി വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് സഹകരണാത്മകമാണ്. CPM ജനങ്ങളെ വഴിതടഞ്ഞ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ശരി തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് സഹകരണാത്മക പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ഇനി BJP അതിനകത്ത് കയറി ഇടപെടാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയ സംഘർഷമാണ്. മഞ്ചൂരിൽ ഇന്ന് രാത്രിയിൽ വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇരുഭാഗത്തും ചേരി തെരിഞ്ഞ് അടിയുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും തിരുവനന്തപുരം നഗരത്തിനകത്ത്. അത് കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ BJPക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ തന്നെ BJP അവിടെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. BJPക്കാരായിട്ടുള്ള ആൾക്കാർ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. നിയമത്തിൻ്റെ സംവിധാനത്തിലൂടെ മാത്രമേ നമുക്കതിനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിയമം നോക്കുകുത്തിയാണ്, നിയമം കണ്ണുകെട്ടി നിൽക്കുകയാണ്, നമുക്കവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.